നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഓഫർ തട്ടിപ്പിൽ വടക്കാഞ്ചേരി മേഖലയിലും കോടികളുടെ വഞ്ചന. അറസ്റ്റിലായ അനന്തുകൃഷ്ണന് വടക്കാഞ്ചേരിയിലും ശാഖ. തട്ടിപ്പിനിരയായത് 58 പേർ. 10 പേർക്ക് പണം പൂർണ്ണമായും തിരിച്ചു നൽകി. അനന്തുകൃഷ്ണനെതിരെ വടക്കാഞ്ചേരി പോലീസിലും പരാതി. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച വടക്കാഞ്ചേരി സ്വദേശിയാണ് പരാതിക്കാരൻ. തട്ടിപ്പിൽ കോൺഗ്രസ് നഗരസഭാ കൗൺസിലർമാർക്കും നേതാക്കൾക്കും പങ്കെന്ന ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീഡ് ഓട്ടുപാറ ശാഖയിലേക്ക് മാർച്ച് നടത്തി. തട്ടിപ്പിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ കോടികളുടെ തട്ടിപ്പിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരാണെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തട്ടിപ്പിൽ ഉൾപ്പെട്ടതായും കുറ്റപ്പെടുത്തൽ. അനന്തുകൃഷ്ണന്റെ സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രിമാരടക്കമുള്ളവർ എത്തിയതാണ് ജനങ്ങൾ കൂട്ടത്തോടെ പണം നിക്ഷേപിക്കാൻ കാരണമെന്നും അജിത് കുമാർ. നഷ്ടപ്പെട്ടവരുടെ പണം സർക്കാർ നൽകണമെന്നും ആവശ്യം. ക്ഷീരകർഷക സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട സംസ്ഥാന സർക്കാർ നടത്തുന്നത് സമാനതകളില്ലാത്ത പ്രവർത്തനമെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷീരകർഷകരെ സഹായിക്കാൻ സർക്കാർ ഉണ്ടെന്നും പ്രഖ്യാപനം. വെളപ്പായ ചൈന ബസാറിൽ വിഷപ്പുല്ല് കഴിച്ച പശുക്കൾ ചത്ത കർഷകന് സ്നേഹ കരുതലൊരുക്കി കേരള ഫീഡ്സ്. 2 പശുക്കളെ നൽകി കൈമാറ്റ ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കർഷകൻ രവിക്ക് സന്തോഷത്തിന്റെ ദിനങ്ങൾ. കെ രാധാകൃഷ്ണൻ എംപിക്ക് എന്നും താങ്ങും തണലുമായിരുന്ന അമ്മ വിട പറഞ്ഞു. വടക്കേവളപ്പിൽ പരേതനായ കൊച്ചുണ്ണിയുടെ ഭാര്യ ചിന്ന അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുളകുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം. സംസ്കാരം ചേലക്കരയിലെ വീട്ടുവളപ്പിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടി രൂപ ചിലവഴിച്ച് തെക്കങ്കര ചെപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി കോടതി കയറി. നിർമ്മാണം റിസർവ് വനത്തിലാണെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ സമർപ്പിച്ച ഹർജിയിൽ ജില്ലാ കളക്ടറോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കോടതി വനം വകുപ്പിന് സ്ഥല ഉടമസ്ഥതയെ സംബന്ധിച്ച നോട്ടീസ് നൽകി. ഹർജി ഫയലിൽ സ്വീകരിച്ചു. അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ഇനി എവിടെയും വൈഫൈയുടെ ആധുനിക കാലം. കേരള വിഷൻ പുതിയ യുഗത്തിലേക്ക് പുത്തൻ ചുവടുവെച്ചു. പുതിയ കസ്റ്റമർ പ്ലാൻ KV കണക്റ്റിന്റെ ഉദ്ഘാടനം ഉത്സവ നിറവിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലയാളിക്ക് സമ്മാനിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ശക്തമായ പിന്തുണയുണ്ടാകുമെന്നും സതീശൻ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗം. വിശദീകരണം തേടി ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം. സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് തിരിമറിയെന്നും റിപ്പോർട്ട്. 2 വർഷമായി അടച്ചുപൂട്ടി കിടക്കുന്ന വിരിപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് മുൻപിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. സംയുക്ത തൊഴിലാളി യൂണിയനുകൾ കരിദിനം ആചരിച്ചു. മിൽ ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. 3 ബജറ്റുകളിലായി പ്രഖ്യാപിച്ച 6 കോടി രൂപ നൽകണമെന്നും തൊഴിലാളി സംഘടനകൾ. INTUC യൂണിറ്റ് സെക്രട്ടറി P രമേശൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പാതയിൽ അകമല ഫ്ലൈവെൽ വളവിൽ സ്വകാര്യ ബസിന് പുറകിൽ മിനി പിക്കപ്പ് വാൻ ഇടിച്ചുകയറിയ അപകടം. പാലുമായി പോയിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് പരിക്കേറ്റു. കല്ലൂരിൽ ഉപയോഗശൂന്യമായ പാറമടയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂണിശ്ശേരി പണക്കാരൻ വീട്ടിൽ 38-കാരൻ ഷാജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്.